ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് റെസ്റ്റോറേഷൻ ഡ്രാമ. റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1660 തൊട്ട് 1700 വരെയുള്ള കാലഘട്ടമാണ്. ചാൾസ് ടൂവിനെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ചാൾസ് സെക്കൻഡിനെ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ത്രോണിലോട്ട് റീസ്റ്റോർ ചെയ്തു. അങ്ങനെ തിയേറ്റേഴ്സ് എല്ലാം ക്ലോസ് ചെയ്തിരുന്ന തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തു. ബിക്കോസ് പ്യൂരിറ്റൻ റൂളായിരുന്നു ചാൾസ് ടൂവിനെ കൊണ്ടുവരുന്നതിന് മുന്നേ വരെ. അപ്പോൾ പ്യൂരിറ്റൻസിൻ്റെ ആ ഒരു റൂളിൻ്റെ എൻഡിൽ, അല്ലെങ്കിൽ പ്യൂരിറ്റൻസിൻ്റെ റൂളിൻ്റെ ഡ്യൂറിങ് ദി പ്യൂരിറ്റൻസ് റൂൾ തിയേറ്റേഴ്സ് വെയർ ക്ലോസ്ഡ് ബിക്കോസ് ഓഫ് ദിയർ റെസ്ട്രിക്ഷൻസ്. അതുകൊണ്ട് തന്നെ ചാൾസ് ടൂവിനെ റീസ്റ്റോർ ചെയ്തപ്പോൾ, അതായത് മൊണാർക്കി രാജവംശത്തിനെ റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തു ഫോർ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ ഇംഗ്ലീഷ് ഡ്രാമ റിവൈവായി. ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ സ്റ്റൈൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ഇംഗ്ലീഷ് ഡ്രാമ. റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറയുന്നത് സെക്ഷുവൽ ഫ്രാങ്ക്നെസ്സും സറ്റയർ ഓഫ് മാനേഴ്സും അപ്പർ ക്ലാസ് പീപ്പിളിനെയും അവരുടെ ഹിപ്പോക്രസിയും ഒക്കെ വളരെ വിറ്റി ഡയലോഗ്സിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് റെസ്റ്റോറേഷൻ ഡ്രാമ. അപ്പോൾ ഓഡിയൻസിനകത്ത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസ്റ്റോക്രാറ്റ്സും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പർ ക്ലാസ് ലൈഫ് ആൻഡ് ഹിപ്പോക്രസിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഡ്രാമാസ്. വില്യം കോൺഗ്രീവും ജോർജ് എത്രേജുമാണ് പ്ലേ റൈറ്റ്സ് ഓഫ് ഈ ഒരു കോമഡി ഓഫ് മാനേഴ്സിലെ ആളുകൾ. അതായത് വില്യം കോൺഗ്രീവിൻ്റെ ദ വേ ഓഫ് ദ വേൾഡ്, പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറേഷൻ ട്രാജഡിക്കകത്ത് ഹീറോയിക് കപ്ലറ്റാണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഹീറോയിക് പ്ലേസ് എന്നും വിളിക്കാറുണ്ട്. പിന്നെ ജോൺ ഡ്രൈഡൻ്റെ ഓൾ ഫോർ ലവ്, ഔറംഗസേബ്, ഇതൊക്കെയെന്ന് വെച്ചാൽ ഹീറോയിക് ട്രാജഡിക് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പം സ്ത്രീകളെന്ന് പറയുന്ന ഫസ്റ്റ് ടൈം ആ സമയത്താണ് ഇംഗ്ലണ്ടിൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങിയത് സ്റ്റേജിൽ. മെയിൽ ആക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ഫീമെയിൽ റോൾസ് അതായത് ഫീമെയിൽസ് തന്നെ പ്ലേ ചെയ്യാൻ തുടങ്ങി. കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ള ഈ ഒരു ജോണർ എന്ന് പറയുന്നത് മാരേജിനെ, പ്രിട്ടൻഷ്യൻസ്, അതായത് ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കുക, അതിനെല്ലാം കളിയാക്കുന്ന ടൈപ്പായിരുന്നു. ഓക്കെ, മൂവബിൾ സീനറിയൊക്കെ യൂസ് ചെയ്തു. ലാവിഷ് ആയിട്ടുള്ള സ്റ്റേജ് ഡിസൈൻസ് ഒക്കെ ആയിരുന്നു ആ സമയം വരെ. 17th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ഈ ഒരു കോമഡി ഓഫ് മാനേഴ്സിനെ പിന്നെ സെൻറ്റിമെൻ്റൽ കോമഡി എന്ന് പറഞ്ഞൊരു സംഭവം കയറി വന്നു. അതായത് അതിനകത്ത് ഫുള്ള് സെൻറ്റിമെൻ്റൽ കോമഡി എന്ന് പറയുമ്പോൾ ആ വേർഡിനകത്ത് തന്നെയുണ്ട് മെലോ ഡ്രമാറ്റിക് ആയിട്ടുള്ള പ്ലേസ് ഒക്കെ കുറേ വരാൻ തുടങ്ങി. റിയലിസം, ലിംഗ്വിസ്റ്റിക് ബ്രില്യൻസ്, തിയേറ്ററിക്കൽ ഇന്നോവേഷൻ, ഇതാണ് റെസ്റ്റോറേഷൻ ഡ്രാമ കൊണ്ടുവന്നത്. അടുത്ത ഗ്രീക്ക് തിയേറ്ററും അതിൻ്റെ എക്സ്പോണൻസും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗ്രീക്ക് തിയേറ്റർ 5th സെഞ്ച്വറി BCE ഏഥൻസിലാണ് വന്നത്. ഡയനീഷ്യൻ ഫെസ്റ്റിവൽസിലാണ് ഈ ഗ്രീക്ക് ഡ്രാമാസ് പെർഫോം ചെയ്തിരുന്നത്. അതായത് ഗോഡ് ഓഫ് ഡയനീഷ്യസ്, അതായത് ഡയനീഷ്യസ് എന്നുള്ള ഗോഡിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ റിലീജിയസ് ഹിം സോങ്സ് ഉണ്ടല്ലോ, ഡയനീഷ്യസ് ഗോഡിന് വേണ്ടി പാടുന്ന ആ ഒരു പ്രാർത്ഥനാ ഗീതങ്ങൾ, അപ്പോൾ അതിൽ നിന്ന് ഇവോൾവ് ആയിട്ട് വന്നതാണ് ഈ ഗ്രീക്ക് തിയേറ്റർ അല്ലെങ്കിൽ ഗ്രീക്ക് ഡ്രാമ എന്ന് പറയുന്നത്. ഡയനീഷ്യസ് എന്ന് പറഞ്ഞ ഗോഡ് ഓഫ് വൈൻ ആൻഡ് ഫെർട്ടിലിറ്റി ആണ് കേട്ടോ. 3 മെയിൻ ജോണേഴ്സ് എന്ന് പറയുന്നത് ട്രാജഡിയും കോമഡിയും സറ്റയർ പ്ലേസും ആയിരുന്നു. ഈസ്കിലസ്, അതായത് അഗമെമ്നൻ എന്നുള്ള വർക്കിൻ്റെ ഓതർ, അദ്ദേഹമാണ് സെക്കൻഡ് ആക്ടറും കോംപ്ലക്സ് ഡയലോഗ്സ് ഒക്കെ കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സോഫോക്ലിസിൻ്റെ ഇഡിപ്പസ് റെക്സ് തേർഡ് ആക്ടറിനെയും പ്ലോട്ട് കൺസ്ട്രക്ഷൻ ഇദ്ദേഹം റിഫൈൻ ചെയ്തു. യൂറിപ്പിഡസ് മെഡിയ എന്നുള്ള വർക്കിൻ്റെ റൈറ്ററാണ്, അദ്ദേഹം ഹ്യൂമൻ ഇമോഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. അരിസ്റ്റോഫനസ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് കോമഡിയുടെ ആളാണ്. ദ ഫ്രോഗ്സ്, ദ ക്ലൗഡ്സ്, ഇതെല്ലാം സറ്റയറാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കമൻട്രിയും കൂടിയാണ്. ഗ്രീക്ക് തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ എയർ ആംഫി തിയേറ്റേഴ്സ് ആയിരുന്നു. കോറസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. കോറസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതുക, മോറൽ കമൻറ്റേറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസിന് ചില സീനിൻ്റെയൊക്കെ ഷിഫ്റ്റും ട്രാൻസിഷനും കണക്ഷനും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് കോറസ് ആയിരുന്നു. ട്രാജഡീസ് യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ ഒക്കെ ഫോളോ ചെയ്തിരുന്നു. കോസ്റ്റ്യൂംസും മാസ്കും സ്റ്റൈലൈസ്ഡ് ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രീക്ക് ഡ്രാമയുടെ ആ ഒരു ഇത് പറയുമ്പോൾ മാർക്കിനനുസരിച്ച് വേണം എഴുതാൻ. നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മെറ്റാ തിയേറ്റർ ഒന്നുകൂടെ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. മെറ്റാ തിയേറ്റർ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞത്, ഡ്രാമയ്ക്കുള്ളിലെ ഡ്രാമ, അതാണ് മെറ്റാ തിയേറ്റർ എന്ന് പറയുന്നത്. അത് ലയണൽ ഏബൽ എന്ന് പറഞ്ഞ ആൾ 1960s പോപ്പുലറൈസ് ചെയ്തത്. ഒരു 4th വാളിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനെ റിമൈൻഡ് ചെയ്യുന്നു ദേ ആർ വാച്ചിങ് എ പ്ലേ. നമ്മളൊരു സാധാരണ ഒരു നാടകം കാണുമ്പോൾ നമ്മളൊരു നാടകം കണ്ടതങ്ങ് അവസാനിക്ക് തീർന്നു. പക്ഷേ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നാടകം ആണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് തിയേറ്ററിക്കൽ എഫക്റ്റിനെയാണ് നമ്മൾ മെറ്റാ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 4th വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ അടുത്തോട് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ പ്ലേ വിത്തിൻ പ്ലേ എന്നാണ് ഈ മെറ്റാ തിയേറ്ററിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നു. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനകത്ത് ദ മൗസ് ട്രാപ്പ് എന്നും പറഞ്ഞ് പ്ലേ വിത്തിൻ എ പ്ലേ ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മൗസ് ട്രാപ്പ് എന്തിനു വേണ്ടിയായിരുന്നു ഹാംലെറ്റ് പ്ലേ ചെയ്തത്? ഹാംലെറ്റിൻ്റെ അച്ഛനെ കൊന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ആ കുറേ സീൻസ് ഒരു നാടകം പോലെ റിക്രിയേറ്റ് ചെയ്തു, ഹാംലെറ്റിൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികൾക്ക് മുന്നിൽ വെച്ച്. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയൊക്കെ ആയിരുന്നു, ഉള്ളതാണോ സത്യമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയായിരുന്നു. അതാണ് ദ മൗസ് ട്രാപ്പ്. അതുപോലെ തന്നെ പിരാൻഡല്ലോ എന്നുള്ളൊരു റൈറ്ററിൻ്റെ 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓതർ, അതും മെറ്റാ തിയേറ്ററിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ.
അപ്പോൾ ഇതെല്ലാം ഇല്യൂഷനും റിയാലിറ്റിയും തമ്മിലുള്ള ബൗണ്ടറീസിനെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അപ്പോൾ മെറ്റാ തിയേറ്ററിനകത്ത് ഐഡൻറ്റിറ്റി, പെർഫോമൻസ്, ഓതർഷിപ്പ് ഈ 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് അപ്പം പ്ലേ റൈറ്റ്സിന് സൊസൈറ്റിയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്രോസസ്സിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലേക്കകത്താണെന്നുള്ളത് വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ, എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഇതൊരു നാടകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും നാടകമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ക്യാരക്ടേഴ്സ് തന്നെ ചിലപ്പോൾ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷനും ക്രിട്ടിക്കൽ തിങ്കിങ്ങുമാണ് മെറ്റാ തിയേറ്റർ ഇൻവൈറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മിമസിസ് ആണ്. മിമസിസ് എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഇട്ട് ഓഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, ഗ്രീക്ക് വേർഡാണ് ഇമിറ്റേഷൻ. അപ്പോൾ പ്ലേറ്റോയുടെ മിമസിസിനെ കുറിച്ചോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിനെ കുറിച്ചോ ഒക്കെ, മിമസിസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റോയ്ക്ക് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിലാണ് കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. പ്ലേറ്റോ മിമസിസിനെ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ റിയാലിറ്റിയെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അപ്പം ഇമിറ്റേഷൻ, അതായത് ആർട്ട് എന്ന് പറയുന്നത് ഒരു കോപ്പിയുടെ കോപ്പിയാണ് ആർട്ട് എന്ന് പറയുന്നത്. സോ ആർട്ടിനെ അല്ലെങ്കിൽ ഇതിനെ എന്താണ് നമ്മൾ ഇമിറ്റേഷൻ എന്നാണ് പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്, പ്ലേറ്റോ പറയുന്നത്. അരിസ്റ്റോട്ടിൽ പൊയറ്റിക്സിനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കുള്ള നാച്ചുറൽ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് എന്താണ് ട്രാജഡി എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അതുവഴി നമുക്ക് കഥാർസിസ് ഉണ്ടാകുന്നു എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അപ്പം മിമസിസ് എന്ന് വെച്ചാൽ ആക്ഷനും ഇമോഷനും തോട്ടും അതിൻ്റെ ഇമിറ്റേഷനാണ്. മിയർ കോപ്പിയിങ് അല്ല, ക്രിയേറ്റീവ് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് മിമസിസിനെ ആര് കാണുന്നത്, അരിസ്റ്റോട്ടിൽ കാണുന്നത്. അതായത് റിയാലിറ്റിയെ ഐഡിയലൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പെയിൻറ്റിങ്ങിനകത്തും സ്കൾപ്ചറിനകത്തും തിയേറ്ററിനകത്തും ഒക്കെ മിമസിസ് വരാം അല്ലേ. നമ്മളൊരാളെ കണ്ട് നോക്കി വെച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നു, അതെന്താണ് അയാളെ നോക്കി ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ പ്ലേറ്റോ ആണ് പക്ഷേ ഈ മിമസിസ് എന്നുള്ള കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞത്. അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഫീരിയർ ആയിട്ടുള്ളൊരു കാര്യമാണെന്നും നമ്മളെ ഇമോഷണലി മിസ്ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിറ്റേഷൻ ലേണിങ്ങിനും പ്ലഷറിനും വഴിയൊരുക്കുന്നു എന്നാണ്. മോഡേൺ തിയറിയിലും മിമസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം, മീഡിയയിലും പെർഫോമൻസ് ലിറ്ററേച്ചറിലും ഒക്കെ കണക്ക് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡെന്യൂമെൻ്റ് എന്നുള്ളൊരു ടേമാണ്. ഡെന്യൂമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺടൈയിങ് ദ നോട്ട് എന്നാണ്, ഒരു കെട്ടഴിക്കുക. ഫ്രഞ്ച് വേർഡാണ് ഡെന്യൂമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അൺടൈയിങ് ദ നോട്ട്, KNOT. അതായത് ഒരു പ്ലോട്ടിൻ്റെ കൺക്ലൂഷനെ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ആ ഒരു റെസൊല്യൂഷൻ പീരീഡ് ഉണ്ടല്ലോ ഒരു ഡ്രാമയിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറിയിലോ, അതിനെയാണ് നമ്മൾ ഡെന്യൂമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് വരുന്ന സംഭവങ്ങൾ എല്ലാ കോൺഫ്ലിക്റ്റും എക്സ്പ്ലെയിൻ ചെയ്ത് മാറ്റുന്നു. അരിസ്റ്റോട്ടിൽ ശരിക്കും പറഞ്ഞ ഡെന്യൂമെൻറ്റിനെ ഫോളിങ് ആക്ഷൻ എന്നാണ് വിളിച്ചത്. ട്രാജഡിയിൽ ഒരു ആളുടെ ഡൗൺഫോൾ അല്ലെങ്കിൽ ആ ഒരു പർഗേഷൻ, കഥാർസിസ്, ഇതിനെയാണ് നമ്മൾ ഡെന്യൂമെൻ്റ് എന്ന് പറയുന്നത്. കോമഡിയിൽ എല്ലാ കാര്യങ്ങളും സോൾവായി ഒരു ഹാർമോണിക്കലായിട്ട് ക്യാരക്ടേഴ്സ് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് കോമഡിയിൽ ഡെന്യൂമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്നുള്ള പ്ലേക്കകത്ത് ഡെന്യൂമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഥല്ലോയുടെ മരണമാണ്. പിന്നെ ഷേക്സ്പിയറിൻ്റെ തന്നെ മച്ച് അഡു എബൌട്ട് നത്തിങ് എന്നുള്ള കോമഡിക്കകത്ത് മാരേജും റീകൺസീലിയേഷനും എല്ലാവരും ഒത്തുചേരുന്നു, അതാണ് അവിടുത്തെ ഡെന്യൂമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഓഡിയൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ക്ലോഷർ, ഒരു എൻഡിങ്, അതാണ് ഡെന്യൂമെൻറ്റ്. ഓക്കെ, ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിച്ചു, അതിനകത്ത് ഡെന്യൂമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ആ മിസ്റ്ററിക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഒരു ക്രൈം ത്രില്ലറിലെ ഡെന്യൂമെൻ്റ് എന്ന് വെച്ചാൽ കൊലയാളിയെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഡാൻസ് ഡ്രാമ എന്ന് വെച്ചാൽ എന്താണ്? ഡാൻസ് ഡ്രാമ എന്ന് വെച്ചാൽ മ്യൂസിക്കും ഡാൻസും നറേറ്റീവ് പെർഫോമൻസും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഡാൻസ് ഡ്രാമ എന്ന് പറയുന്നത്. അത് ഈ ടെമ്പിൾ ട്രഡീഷൻ ഇതിനകത്തൊക്കെയാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഡാൻസ് ഡ്രാമ എന്ന് പറയുമ്പോൾ കഥകളി, ഭരതനാട്യം, മണിപ്പൂരി ഇതൊക്കെയാണ് വരുന്നത്. കഥകളിയാണ് പ്രൈം എക്സാമ്പിൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമ ഇൻ കേരള. ജസ്റ്റേഴ്സും എക്സ്പ്രഷൻസും റിതമിക് മൂവ്മെൻറ്റും എല്ലാം വെച്ചിട്ട് മിത്തോളജിക്കൽ സ്റ്റോറീസ് മ്യൂസിക്കിൻ്റെ അകമടിയോടുകൂടി പറയുന്നു. നാട്യശാസ്ത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിനെ എന്താണ്, ഒരു ടോട്ടൽ ആർട്ട് ഫോം ആയിട്ടാണ് പറയുന്നത്. അതായത് ഏതിനെ, ഡാൻസ് ഡ്രാമയെ. നാട്യശാസ്ത്രക്കകത്ത് നാട്യത്തിനെക്കുറിച്ചും നൃത്തത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. ക്യാരക്ടേഴ്സ് മുദ്രാസിലൂടെയും അഭിനയത്തിലൂടെയും എക്സ്പ്രഷൻസിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 2 ഡാൻസ് ഡ്രാമയ്ക്ക് എക്സാമ്പിളാണ് ചിത്രാംഗതയും ശ്യാമയും കേട്ടോ. അപ്പോൾ വിഷ്വൽ സ്പെക്ടക്കിളും ഉണ്ട്, സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ട്, കോസ്റ്റ്യൂംസും ഉണ്ട്, മേക്കപ്പും ഉണ്ട് അല്ലേ. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കാര്യങ്ങളായിരിക്കും തീംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഈ കഥകളി പോലുള്ള ഡാൻസ് ഡ്രാമയ്ക്കകത്ത് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഥം കാണും, ഒരു നറേഷൻ കാണും, പിന്നെന്താണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ് ഡാൻസ് ഡ്രാമ എന്ന് പറയുന്നത്. അടുത്ത പൊയറ്റിക് ഡ്രാമയാണ്. പൊയറ്റിക് ഡ്രാമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു തന്ന കാര്യമാണ്. പോയട്രി ഉണ്ട്, ഡ്രാമയുണ്ട്. അതായത് ഒരു ഡ്രാമ പോയട്രി എഴുതുന്ന പോലെ ആയിരിക്കും. അതിന് ഡ്രാമയ്ക്കകത്തുള്ള ഡയലോഗുകൾ അല്ലെങ്കിൽ വരികളെന്ന് പറയുന്നത് ഒരു പോയം പോലെ ആയിരിക്കും. ഡ്രാമ അല്ലെങ്കിൽ പ്ലേസ് റിട്ടൺ ഇൻ വേഴ്സ് ഫോം, പൊയറ്റിക് ലാംഗ്വേജിലായിരിക്കും എഴുതുന്നത്. സാധാരണ ഡ്രാമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസിലായിരിക്കും എഴുതുന്നത്. പക്ഷേ പൊയറ്റിക് ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോംസിൻ്റെ ലൈൻസിൽ അല്ലെങ്കിൽ ഒരു പോം എഴുതുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ഡയലോഗുകൾ വരുന്നത്.
അത് ശരിക്കും പറഞ്ഞാൽ ഡ്രാമയെ ഒരു എലിവേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്പീച്ചിനപ്പുറം ഡ്രാമയെ കൊണ്ടുപോകുന്നതാണ്, റിഥം വെച്ചിട്ട് ഇമേജറി വെച്ചിട്ടും ഒക്കെ. അത് ഗ്രീക്ക് ട്രാജഡീസിലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് നമ്മൾ എലിസബത്തൻ ഏജിൽ പ്ലേ റൈറ്റ്സ് ആയിട്ടുള്ള ഷേക്സ്പിയറും മാർലോയും ഒക്കെ ഈ ഒരു ബ്ലാങ്ക് വേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പെർഫെക്റ്റ് ചെയ്തിരുന്നു. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിനകത്തും മാക്ബത്തിനകത്തും ഒക്കെ ഈ ഒരു പോയറ്റിക് ബ്യൂട്ടി നമുക്ക് കാണാൻ സാധിക്കും. മിഡ് 20th സെഞ്ചുറിയിൽ T.S. ഇലിയട്ടിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റിക് ഡ്രാമ. 1935 അത് പബ്ലിഷ് ചെയ്ത് അത് എഴുതിയത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മർഡർ ഇൻ ദ കത്തീഡ്രൽ ആരുടെ ഡ്രാമയാണ്, അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഡ്രാമയാണ്? പോയറ്റിക് ഡ്രാമയാണ്. T.S. ഇലിയട്ടാണ് അത് എഴുതിയത്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് എന്താ പറയുക, പോയട്രി പോലെ. പോയട്രി എന്ന് പറയുമ്പോൾ എന്താണ്, സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് സ്റ്റേജിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയറ്റിക് ഡ്രാമ രൂപത്തിൽ അദ്ദേഹം ആ പ്ലേ എഴുതിയത്. ക്രിസ്റ്റഫർ ഫ്രൈ എന്നുള്ള റൈറ്ററും W.H. ഓഡൻ എന്ന് പറഞ്ഞ റൈറ്ററും ഒക്കെ ഈ പോയറ്റിക് ഡ്രാമ ഫോളോ ചെയ്തവരാണ്. ഇമോഷനെ ഹൈറ്റൻ ചെയ്യുന്നു, റിഥം കൊണ്ടുവരുന്നു. പോയട്രിയുടെ ആ ഒരു ലിറിസിസവും പിന്നെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ ആ ഒരു റിയലിസവും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഡയലോഗ് വളരെ സ്റ്റൈലൈസ്ഡ് ആയിരിക്കും, നാച്ചുറൽ ഫ്ലോ പോലെ, ഒരു പോം പോലെ അങ്ങ് പൊക്കോളും. ഇനി അരിസ്റ്റോട്ടൽ എങ്ങനെയാണ് ട്രാജഡിയെ ഡിഫൈൻ ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയറ്റിക്സിനകത്താണ് അരിസ്റ്റോട്ടൽ ട്രാജഡിയെ ഡിഫൈൻ ചെയ്യുന്നത്. ട്രാജഡി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ എന്ന് പറയുന്നു. അത് സീരിയസ് ആണ്, കംപ്ലീറ്റ് ആണ്, അതിനൊരു സർട്ടൻ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതിനെ നറേറ്റ് ചെയ്യുക, അപ്പോൾ പിന്നെന്താണ്, അതിനെ പെർഫോം ചെയ്യുവാണ് ട്രാജഡി, അല്ലാതെ നറേറ്റ് ചെയ്യുവല്ല. വളരെ എംബലിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അത് പറയുന്നത്. അത് വളരെ ഭയങ്കര ഹൈലി സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ്. ട്രാജഡി നമ്മുടെ ഉള്ളിൽ പിറ്റി ആൻഡ് ഫിയർ എറൗസ് കൊണ്ടുവരുന്നു. അത് കഥാർസിന് വഴിയൊരുക്കുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ വഴിയൊരുക്കുന്നു. നോബിൾ ക്യാരക്ടേഴ്സിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അവർക്കൊരു ഫേറ്റൽ ഡൗൺഫോളും ഉണ്ടാവും. അവർക്കൊരു ഹമേർഷ് എന്തെങ്കിലും ഒരു ട്രാജിക് ഫ്ലോ ഉള്ളതുകൊണ്ട് അവരുടെ ഡൗൺഫോൾ എന്തായാലും ഹാപ്പൻ ചെയ്യും. പ്ലോട്ടിനെയാണ് ട്രാജഡിയുടെ സോളായിട്ട് പറയുന്നത്. ട്രാജിക് ഹീറോയ്ക്ക് പിന്നെ അതുപോലെ തന്നെ റിവേഴ്സൽ ഓഫ് ഫോർച്യൂണും അനഗ്നോറിസിസും റെക്കഗ്നീഷനും ആണ് കീ മൊമെന്റ്സ്. ഈ ഡൗൺഫോൾ ഓഡിയൻസിന്റെ മൈൻഡിൽ എമ്പതിയും പിന്നെ ഫിയറും ഒക്കെ കൊണ്ടുവരണം. ലാംഗ്വേജ് ആർട്ടിസ്റ്റിക് ആയിരിക്കണം, റിതമിക് ആൻഡ് എലിവേറ്റഡ് ആയിരിക്കണം. സോഫോക്ലിസിന്റെ ഈഡിപ്പസ് റെക്സ് അരിസ്റ്റോട്ടലിന്റെ ഈ ഒരു ട്രാജഡിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു പ്ലേ ആണ്. യൂണിറ്റി ഓഫ് ടൈമും പ്ലേസും ആക്ഷനും ഉണ്ടായിരിക്കണം. ടുവേർഡ്സ് ദി എൻഡ് എന്താണ്, എല്ലാ ഓർഡറും സഫറിങ്ങും എല്ലാം റീസ്റ്റോർ ചെയ്യണം. ക്യാരക്ടേഴ്സ് എന്താ പറയുക, പിന്നെ അപ്പോൾ ഈ ട്രാജിക് എക്സ്പീരിയൻസ് ഓഡിയൻസിനെ ഒരു ഇമോഷണൽ ബാലൻസിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇനി തിയേറ്ററും അതിൻ്റെ ഒറിജിനും. ഡിഫൈൻ ദ ടേം തിയേറ്റർ. തിയേറ്റർ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കായിട്ടുള്ള തിയേട്രോൺ എന്നുള്ളതിൽ നിന്ന് വന്നതാണ്. എ പ്ലേസ് ഫോർ സീയിങ്, കാണാനുള്ളൊരു സ്ഥലം. ഫിസിക്കൽ സ്പേസ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന് വേണ്ടിയുള്ളൊരു സ്പേസ് എന്ന് നമുക്കിതിനെ പറയാം. ഏൻഷ്യൻ ഗ്രീസിലാണ് വന്നത്. ഡൈനീഷ്യസ് ഗോഡിൻ്റെ സെലിബ്രേഷൻ ആ ഒരു ഫെസ്റ്റിവലിലാണ് തിയേറ്റേഴ്സ് ഒറിജിനേറ്റ് ചെയ്തത്. ഏർലി പെർഫോമൻസ് എന്ന് പറയുന്നത് കോറൽ ഹിംസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റിലീജിയസ് പാട്ടുകളായിട്ട്. 6th സെഞ്ചുറിയിലാണ് ഡയലോഗും ആക്ടിങ്ങും എല്ലാം വന്നു തുടങ്ങിയത്. അതിനകത്ത് ഓർക്കസ്ട്ര വന്നു, അല്ലെ, ഓഡിയൻസിൻ്റെ ഏരിയ വന്നു, പിന്നെ സ്റ്റേജ് ആ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ വന്നു. മെഡീവൽ യൂറോപ്പിലാണ് തിയേറ്റർ ചേർച്ചസിലോട്ടും മിറപ്പയൊക്കെ വന്നത്. പിന്നീട് അത് മിറക്കിൾ ആൻഡ് മൊറാലിറ്റി പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഡ്രാമയുടെ എവല്യൂഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് തന്നെ തുടങ്ങിക്കോണം കേട്ടോ. മിറക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, അതെല്ലാം പറഞ്ഞു പോകണം. മിസ്റ്ററി പ്ലേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയേറ്ററിൻ്റെ ഒറിജിനെ കുറിച്ച് പറയുന്നത്. ഇനി ആട്ടക്കഥ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഥകളിയിലെ ടെക്സ്ച്വൽ ബേസിനെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ 17th സെഞ്ചുറിയിലാണ് വന്നത്. പോയട്രി, മ്യൂസിക്കും ആക്ടിങ്ങും എല്ലാം ഉണ്ട്. മണിപ്രവാളത്തിനകത്താണ് അത് എഴുതിയിരിക്കുന്നത്, ആട്ടക്കഥ. അതായത് മലയാളവും സാംസ്കൃറ്റും കൂടിയുള്ള മിക്സ്. അപ്പോൾ ആട്ടക്കഥയ്ക്കകത്ത് മിത്തോളജിക്കൽ ടെയിൽസ് ഒക്കെയാണ് വരുന്നത്. രാമായണ മഹാഭാരതത്തിലേക്ക് സ്റ്റോറീസാണ് യൂസ് ചെയ്തിരുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടമാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഓഫ് കഥകളി എന്ന് പറയുന്നത്. കഥകളിയുടെ ആദ്യത്തെ ഫോമാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടം. പിന്നെ ലേറ്റർ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഉണ്ണായി വാര്യറൊക്കെ നളചരിതം എഴുതി. നളചരിത ആട്ടക്കഥയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഡയലോഗ്സും നറേറ്റീവ്സ്, ശ്ലോകവും കാണും, ഡയലോഗ്സും കാണും. പിന്നെ ടെക്സ്റ്റിനകത്ത് ആക്ടറിൻ്റെ ജസ്റ്റേഴ്സിനെ കുറിച്ചും എക്സ്പ്രഷനെ കുറിച്ചും റിതമിനെ കുറിച്ചും കാണും. പിന്നെന്താണ്, ഓരോ ക്യാരക്ടർ ടൈപ്പിനും ഓരോ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ, അതൊക്കെ ഇതിനകത്ത് എഴുതിക്കോ കേട്ടോ. പിന്നെ ആട്ടക്കഥയ്ക്കകത്ത് അപ്പോൾ സ്പിരിച്വൽ ആൻഡ് മോറൽ തീംസും വരാറുണ്ട്. പിന്നെ പ്രോബ്ലം പ്ലേ എന്താണെന്ന് വെച്ചാൽ 19th സെഞ്ചുറിയിലെ എമേർജ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോബ്ലം പ്ലേ. സോഷ്യൽ റിയലിസത്തിനെ കുറിച്ച് സംസാരിക്കുന്ന പ്ലേസ്, അതാണ് പ്രോബ്ലം പ്ലേ. സോഷ്യൽ, മോറൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിക്കുന്നു. അത് പ്യുവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല, സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഓഡിയൻസിനെ അവെയർ ആക്കാൻ വേണ്ടിയും കൂടിയാണ്. ഹെൻറിക് ഇബ്സൺ പ്രോബ്ലം പ്ലേയുടെ മെയിൻ ആളാണ്. അദ്ദേഹത്തിൻ്റെയാണ് എ ഡോൾസ് ഹൗസ്, ഗോസ്റ്റ് എന്നൊക്കെയുള്ള പ്ലേ. അപ്പോൾ ഈ പ്ലേക്കകത്ത് മാരേജ്, ജെൻഡർ, റിലിജനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. ഡയലോഗ്സിലും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും.
ഓപ്പൺ എൻഡഡ് ആയിരിക്കും ഇതിൻ്റെ എന്താണ്, അതായത് ടുവേർഡ്സ് ദി എൻഡ് ഓപ്പൺ എൻഡഡ് ആയിട്ടായിരിക്കും. ഒരു നമുക്ക് ഓഡിയൻസിന് കുറച്ച് ഡിസ്കഷന് സ്പേസ് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതിലായിരിക്കും തീരുന്നത്. ജോർജ് ബെർണാഡ് ഷോയും പ്രോബ്ലം പ്ലേസിൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ മിസ്സസ് വാരൻസ് പ്രൊഫഷൻ, അത് മറ്റേ പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പിന്നെന്താണ്, മിഡിൽ ക്ലാസ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചും ഇഷ്യൂ ബേസ്ഡ് ഡ്രാമാസും ഒക്കെയാണ് പ്രോബ്ലം പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ എപ്പിക് തിയേറ്ററിൻ്റെ മേജർ പ്ലേ റൈറ്റ്സും പ്ലേസ്. എപ്പിക് തിയേറ്റർ ബെർട്ടോൾട്ട് ബ്രെറ്റ് ആണ് 20th സെഞ്ചുറി ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്തു. ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇമോഷൻസിലൂടെയല്ല റീസണിലൂടെ. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ് കൊണ്ടുവരാനാണ് ഇത് കൊണ്ടുവന്നത്. ബെർട്ടോൾട്ട് ബ്രെറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതൊക്കെയാണ്? മദർ കറേജ് ആൻഡ് ഹർ ചിൽഡ്രൻ, ദ ഗുഡ് വുമൺ ഓഫ് സെറ്റ്സുവാൻ, ദ കൊക്കേഷ്യൻ ചോക്ക് സർക്കിൾ. CHALK ആണ് ചോക്ക് സർക്കിൾ. അപ്പോൾ അദ്ദേഹം എർവിൻ ബിസ്കേറ്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പിന്നെ എപ്പിക് തിയേറ്റർ കൊണ്ടുവന്നത്. എപ്പിക് തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓഡിയൻസിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതായത് അവർ ഈ മുഴുകിയിരിക്കരുത്, നമ്മുടെ ബെർട്ടോൾട്ട് ബ്രെറ്റിന് മുഴുകിയിരിക്കരുത് ഓഡിയൻസ് ഇത് കണ്ടുകൊണ്ട്. അവർ ക്വസ്റ്റ്യൻ ചെയ്യണം, ക്യാരക്ടേഴ്സ് ഓഡിയൻസുമായിട്ട് എന്ത് ചെയ്യണം, കൺവേഴ്സ് ചെയ്യണം, സംസാരിക്കണം. അങ്ങനെയുള്ളൊരു തിയേറ്ററാണ് എപ്പിക് തിയേറ്റർ. അപ്പം സോങ്സ് കാണും, പ്രൊജക്ഷൻസ് കാണും, പ്ലക്കാർഡ്സ് കാണും, പിന്നെന്താണ്, നരേഷനും കമൻട്രിയൊക്കെ കാണും. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഏലിനേഷൻ ഇഫക്റ്റ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിങ് ഇഫക്റ്റ്, അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്, വെർഫ്രം ഡങ്സ് ഇഫക്റ്റ് എന്നും പറയും. VERFREMDUNGSEFFEKT. അത് ഓഡിയൻസിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. ഓഡിയൻസിനെ ക്യാരക്ടേഴ്സിൽ നിന്ന് കുറച്ച് വേർതിരിച്ച്, അതായത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഏലിനേറ്റ് ചെയ്തിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നും പ്ലേ എങ്ങനെ ഉണ്ടെന്നും പ്ലേക്കകത്ത് വരുന്ന തീംസിനെ കുറിച്ചൊക്കെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പിക് തിയേറ്റർ കൊണ്ടുവന്നത്. എപ്പിസോഡിക് തീംസ് ആയിരിക്കും, ഒരു കണക്ഷൻ വലുതായിട്ട് കാണത്തില്ല. പിന്നെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ ഫുള്ളി ക്യാരക്ടേഴ്സ് ആയിട്ട് അങ്ങ് മാറും. വർക്കിംഗ് ക്ലാസ് സ്ട്രഗിൾ, വോർ, എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ ആയിരിക്കും തീംസ് ആയിട്ട് വരുന്നത്. പിന്നെ ബെർട്ടോൾട്ട് ബ്രെറ്റിൻ്റെ ഫിലോസഫി എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് ഫിലോസഫിയാണ് കേട്ടോ. അടുത്ത ഏലിനേഷൻ എഫക്റ്റിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് ക്യാരക്ടേഴ്സുമായിട്ടൊരു ഇമോഷണൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഡിയൻസിന് വരരുത്, അവരത് മുഴുകിയിരുന്ന് കാണരുത്. ആ പ്ലേ ആണെന്ന് കണ്ട് തന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഡിറ്റാച്ച്മെൻ്റ് ആണ് ബെർട്ടോൾട്ട് ബ്രെറ്റ് ഏലിനേഷൻ എഫക്റ്റിലൂടെ കൊണ്ടുവരുന്നത്. സ്പെക്ടേറ്റേഴ്സ് ആ ഡ്രാമയെ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലാതെ പാസീവായിട്ട് ചുമ്മാ ഇങ്ങനെ വെറുതെ ലേസി ആയിട്ട് ഇരുന്നാൽ മാത്രം പോരാ. വിസിബിൾ ലൈറ്റിങ്ങും സോങ്ങിലുള്ള ഇൻറ്ററപ്ഷൻസും ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തെന്നിരിക്കും. ആക്ടേഴ്സ് റോളിൽ നിന്ന് പുറത്ത് വന്ന് ഈ ആക്ഷനെ കുറിച്ച് കമൻറ്റ് ചെയ്തെന്നിരിക്കും. സീൻ ടൈറ്റിൽസും പ്രൊജക്ഷൻസും കാണും. കോസ്റ്റ്യൂംസും പ്രോപ്പർട്ടീസും എല്ലാം നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. പിന്നെന്താണ്, മദർ കറേജ് ആൻഡ് ഹർ ചിൽഡ്രൻ എന്നുള്ള പ്ലേക്കകത്ത് സോങ്സ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് അതായത് ട്രാജഡി എപ്പോഴൊക്കെ ഹാപ്പൻ ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ കൊണ്ട് ഇൻട്രപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മനഃപൂർവ്വം തന്നെ. പിന്നെന്താണ്, ഇതിനകത്ത് ഒരു ആക്ടിങ് സ്റ്റൈലിനെയാണ് നമ്മൾ ജസ്റ്റസ് എന്ന് പറയുന്നത്, ഒരു ഫിസിക്കൽ ജസ്റ്റർ. പിന്നെ എലിനേഷൻ ഇഫക്റ്റ് ആ ഒരു ഇല്യൂഷനൊക്കെ ബ്രേക്ക് ചെയ്യുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. അടുത്ത ഫോക്ക് തിയേറ്ററാണ്. ഫോക്ക് തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫോം ഓഫ് റൂറൽ ഡ്രമാറ്റിക് എക്സ്പ്രഷനാണ്. ലോക്കൽ ലാംഗ്വേജസിലുള്ളതാണ് ഫോക്ക് തിയേറ്റർ. മ്യൂസിക്, ഡാൻസ്, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കാണും. വില്ലേജസിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കമ്മ്യൂണിറ്റിയുടെ ബിലീഫിനെയും ട്രഡീഷനെയും ബേസ് ചെയ്തിരിക്കും. ഇന്ത്യൻ ഫോക്ക് ടെയിൽസിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബംഗാളിലുള്ള ജത്ര, യക്ഷഗാന കർണാടകത്തിൽ, തമിഴ്നാട്ടിലെ തെരുക്കൂത്തെന്നും പറഞ്ഞുണ്ട്, സ്ട്രീറ്റ് പ്ലേസ് എന്നും പറഞ്ഞു. മിത്തോളജി, ലോക്കൽ ലെജൻസ്, മോറൽ ടെയിൽസ് ഒക്കെ വരും. ടെമ്പിൾ കോർട്ട്യാർഡ്സിലും ഓപ്പൺ സ്പേസസിലും ആയിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത്. ലാംഗ്വേജ് കൊളോക്കിയൽ ലാംഗ്വേജ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇംപ്രവൈസേഷൻ കാണും, ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസ് റിയാക്ഷൻ കാണും. കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം കളർഫുള്ളും സിംബോളിക്കും ആയിരിക്കും. മ്യൂസീഷ്യൻസും പെർഫോമേഴ്സും എന്ന് പറയുന്നത് സെയിം കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയായിരിക്കും. അടുത്തത് സോഷ്യൽ സറ്റയറൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ട്രാജഡിയുടെ 6 ബേസിക് എലമെൻറ്റ്സ് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു. പൊയറ്റിക്സിനകത്താണ് ട്രാജഡിയെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് 6 ബേസിക് എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയെക്കുറിച്ച് ഈ വർക്കിനകത്ത് പറയുന്നുണ്ട്. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, മെലഡി ആൻഡ് സ്പെക്ടക്കിൾ. പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിത്തോസ് എന്നാണ് അതിനെ പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. അത് കംപ്ലീറ്റ് ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം, യൂണിഫൈഡ് ആയിരിക്കണം. പ്ലോട്ടിനൊരു ബിഗിനിങ്, മിഡിൽ, എൻഡ് വേണം. ക്യാരക്ടർ എന്ന് പറയുന്നതാണ് അടുത്തത്. ഈത്തോസ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ദോസ് ഹു പെർഫോം ദി ആക്ഷൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മോറലി സൗണ്ട് ആയിരിക്കണം. ട്രാജിക് ഹീറോ ആണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഹമേഷ്യ ഉണ്ടായിരിക്കണം. അടുത്ത തോട്ടാണ്. തോട്ടിനെ വിളിക്കുന്ന പേര് ഡയനോയ എന്നാണ്, DIANOIA. തീംസ് അല്ലെങ്കിൽ ആ ഒരു തീമിനെയാണ് നമ്മൾ തോട്ടെന്ന് പറയുന്നത്. സ്റ്റോറി, ഡിക്ഷൻ, അടുത്ത ലെക്സസ്, അതായത് നമ്മൾ ഡയലോഗ്സിലെ വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം, ക്യാരക്ടേഴ്സിനും ഇമോഷൻസിനും സ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അടുത്ത മെലഡിയാണ്, അതായത് മ്യൂസിക്, മെലോസ്.
മ്യൂസിക്കൽ എലമെൻ്റ് ഉണ്ടായിരിക്കണം, കോറസും റിഥമും ഒക്കെ വേണം. സ്പെക്ടക്കിളിനെ ഓപ്സിസ് എന്നാണ് വിളിക്കുന്നത്, അതായത് കോസ്റ്റ്യൂം, സീനറി, എഫക്റ്റ്, ഇതിനെയാണ് നമ്മൾ സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ഈഡിപ്പസ് റെക്സ് എന്നുള്ള പ്ലേക്കകത്ത് ഈ 6 എലമെൻറ്റ്സ് ഓഫ് ട്രാജഡി നല്ല രീതിയിൽ സോഫോക്ലിസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ശാന്തരസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇന്ത്യൻ തിയേറ്ററിക്കൽ ട്രഡീഷൻ? ശാന്തരസമാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത രസ, 9th രസ. അത് ശാന്തം എന്ന് വെച്ചാൽ പീസ് അല്ലെങ്കിൽ ട്രാങ്ക്വിലിറ്റി. പിന്നെ അഭിനവ് ഗുപ്തയാണ് ഇത് ആഡ് ചെയ്തത്, കാംനെസ്സിനെ കാണിക്കുന്നു അല്ലേ. പിന്നെ ശാന്തരസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു സെറനിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ശാന്തരസ എന്ന് പറയുന്നത്. പിന്നെ അഭിജ്ഞാന ശാകുന്തളത്തിനകത്തൊക്കെ ശാന്തരസ വരുന്നുണ്ട്, കഥകളിക്കകത്തും ശാന്തരസ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫെഡറിക് നീച്ചയുടെ ദ ബർത്ത് ഓഫ് ട്രാജഡി എന്നുള്ള വർക്ക് 1872 പബ്ലിഷ് ചെയ്തു. ഗ്രീക്ക് ഡ്രാമയെ റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഫെഡറിക് നീച്ചയുടെ ദ ബർത്ത് ഓഫ് ട്രാജഡി എന്നുള്ള വർക്ക്. ട്രാജഡി എന്ന് പറയുന്നത് ഈ ഡയനീഷ്യൻ ആ ഒരു ഫെസ്റ്റിവലിൽ നിന്ന് വന്നതാണെന്നും അതുപോലെ തന്നെ അപ്പോളോണിയനും ഡയനീഷ്യൻ ഫോഴ്സസും തമ്മിലുള്ള ടെൻഷനിൽ നിന്നാണ് ട്രാജഡി വന്നതെന്നും പറയുന്നു. അപ്പോളോണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ, ലോജിക്ക്, ബ്യൂട്ടിയെ കാണിക്കുന്നതാണ് അപ്പോളോണിയൻ. ഡയനീഷ്യൻ എന്ന് വെച്ചാൽ കെയോസ് അല്ലെങ്കിൽ ഇമോഷൻ. ഇത് രണ്ടും തമ്മിലുള്ളൊരു ടെൻഷനിൽ നിന്ന് വന്നതാണ് ട്രാജഡി എന്നാണ് പറയുന്നത്. ബിറ്റ്വീൻ ലോജിക് ആൻഡ് കെയോസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ബ്യൂട്ടി ആൻഡ് ഇമോഷൻ ഇതിനകത്തുനിന്ന്. അപ്പോൾ ഗ്രേറ്റ് ആർട്ട് എന്ന് പറയുന്ന ട്രാജഡിയാണ്. അപ്പോൾ ഈ രണ്ട് തമ്മിലുള്ള ബാലൻസിനെ കാണിക്കുന്നതാണ് ട്രാജഡി എന്ന് പറയുന്നത്, അപ്പോളോണിയനും ഡയനീഷ്യനും സിമ്പിൾസ് തമ്മിലുള്ള. നീച്ചെ ശരിക്കും പറഞ്ഞാൽ ഈസ്കിലസിനെയും സോഫോക്ലിസിനെയൊക്കെ അഡ്മയർ ചെയ്യുന്നതാണ്. അവരൊക്കെ രണ്ട് ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഡ്രമാറ്റിസ്റ്റാണ്. അപ്പം ഈ ഒരു യൂറിപ്പിഡസിനെയും സോക്രട്ടീസും അദ്ദേഹം ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാജഡി ഡിക്ലൈന് കാരണമായി എന്നാണ് പറഞ്ഞത്. ബിക്കോസ് അവർ കൂടുതൽ റീസണിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. മ്യൂസിക്കും ട്രാജഡിയിൽ വേണ്ടുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നു, കോറസും വേണം. അതുപോലെ തന്നെ ട്രാജഡി എന്ന് പറയുന്നത് ഹ്യൂമൻ സഫറിങ്ങിൻ്റെ ട്രൂത്ത് റിവീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജോയിയെയും കാണിക്കുന്നു. അപ്പോൾ ഒരു പിന്നെന്താണ് ലൈഫ് അഫേമിംഗ് റെസ്പോൺസ് ആണ് ട്രാജഡി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആണ്. 16th സെഞ്ച്വറിയിൽ ബെൻ ജോൺസൺ ആണ് ഇത് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ച് നമുക്ക് ഓരോ ഹ്യൂമേഴ്സ് ഉണ്ട്. അതായത് ബ്ലഡ്, ഫ്ലം, PHLEGM, യെല്ലോ ബൈല്, BILE ആണ് ബൈലിൻ്റെ സ്പെല്ലിങ്, ബ്ലാക്ക് ബൈല്. ഈ 4 എണ്ണമാണ് നമ്മൾ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ബെൻ ജോൺസൺ ആണ് ഇത് കൊണ്ടുവന്നത്, ഈ ഒരു തിയറി കൊണ്ടുവന്നത്. അതായത് ഈ ബ്ലഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഫ്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ യെല്ലോ ബൈല് കൂടുമ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസം വരും. അപ്പം സാങ്ക്വിൻ, അതായത് ഈ ഹ്യൂമേഴ്സിനെ നമ്മൾ ഓരോ ഹ്യൂമൻ ടെമ്പറമെൻ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ സാങ്ക്വിൻ എന്ന് പറയുന്നുണ്ട്, ഫ്ലമാറ്റിക് എന്ന് പറയുന്നുണ്ട്, കോളറിക് എന്ന് പറയുന്നുണ്ട്, മെലങ്കോളിക് എന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് ബൈല് കൂടുമ്പോൾ നമ്മൾ കുറച്ച് സാഡ് ആവും, അതാണ് മെലങ്കോളിക്ക്. ഓക്കെ. യെല്ലോ ബൈല് കൂടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കോളറിക് ആയിട്ട് മാറും, CHOLERIC. ഫ്ലം ആണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലമാറ്റിക് ആയിട്ട് മാറും നമ്മൾ. പിന്നെന്താണ്, ബ്ലഡ് ആണ് നമുക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സാങ്ക്വിൻ ആയിട്ട് മാറും. അപ്പോൾ ഒരു ഹ്യൂമർ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ അത് ഓരോ കോമിക് എക്സെൻട്രിസിറ്റിയിലോട്ട് മാറും. ക്യാരക്ടേഴ്സിനെ അത് വെച്ചിട്ടായിരിക്കും എക്സാജറേറ്റ് ചെയ്യുന്നത്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്നുള്ളതിനകത്താണ് ബെൻ ജോൺസൺ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ ക്യാരക്ടറിനും അപ്പോൾ ഇത് കൂടുന്നതനുസരിച്ച്, ഓരോ ഹ്യൂമർ കൂടുന്നതനുസരിച്ച് ഓരോ ഒബ്സഷനായിട്ട് അങ്ങ് മാറും. ചിലർക്ക് ഗ്രീഡ് കൂടും, ചിലർക്ക് ജലസി ആവും, ചിലർ ഭയങ്കര പ്രൗഡായിട്ട് മാറും, ചിലർ വളരെ സാഡായിട്ട് നിൽക്കും. അങ്ങനെ ഈ ഹ്യൂമർ ലാഫ്റ്റർ അല്ലെങ്കിൽ ഒരു മോറൽ കറക്ഷനെ ലീഡ് ചെയ്യുന്നു. ഓക്കെ. ഇനി പ്ലേറ്റോസ് കോൺസെപ്റ്റ് ഓഫ് മിമസിസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മിമസിസ്, പ്ലേറ്റോയ്ക്ക് മിമസിസ് എന്ന കോൺസെപ്റ്റ് ഇഷ്ടമല്ല. അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ റിപ്പബ്ലിക് അല്ലെങ്കിൽ ഇയോൺ എന്നുള്ള ഡയലോഗ്സിലൂടെയാണ്, വർക്കിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടെന്ന് വെച്ചാൽ ഫിസിക്കൽ വേൾഡിൻ്റെ ഇമിറ്റേഷനെയാണ്. ആർട്ടെന്ന് വെച്ചാൽ ഫിസിക്കൽ വേൾഡിൻ്റെ ഇമിറ്റേഷനാണ്. ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് തന്നെ വെറും ഒരു ഇമിറ്റേഷൻ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്ന കോപ്പി ഓഫ് എ കോപ്പി ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഇസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നാണ് ആർട്ടിനെ ഇദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹം പറയുന്ന പോയറ്റ്സിനെ വിശ്വസിക്കരുത്, ബിക്കോസ് അവർ അപ്പിയറൻസിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് റിയാലിറ്റിയെ കാണിക്കുന്നില്ല. സോ നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ട് അവർ മിസ്ലീഡ് ചെയ്യുവാണ് നമ്മളെ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലേറ്റോ ഫോർ മിമസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും ബുദ്ധിപരമായിട്ടൊരു കാര്യമല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോയട്രി മിസ്ലീഡ് ചെയ്യും, കറപ്റ്റ് ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ മോറൽ വാല്യൂസിനെ. അദ്ദേഹം പറയുന്നുണ്ട് പോയറ്റ്സിനെ എക്സ്പെൽ ചെയ്ത് കളയണം എന്നാണ് അദ്ദേഹം റിപ്പബ്ലിക് എന്നുള്ള ബുക്കിനകത്ത് പറയുന്നത്, റിപ്പബ്ലിക് ബുക്ക് 10 പറയുന്നത്. പിന്നെ അരിസ്റ്റോട്ടിൽ ലേറ്റർ ഈ ഒരു നെഗറ്റീവ് വ്യൂവിനെ പോസിറ്റീവ് ആക്കി മാറ്റി. അദ്ദേഹം പറയുന്നത് മിമസിസ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എൻ ആക്ട് ഓഫ് ലേണിംഗ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് അഭിനയ ഇൻ കഥകളി. അഭിനയ എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ആണ്. നാട്യശാസ്ത്രത്തിൽ 4 ടൈപ്സ് ഓഫ് അഭിനയമുണ്ട്: അംഗിക, വാചിക, ആഹാര്യ, സാത്വിക. അംഗിക അഭിനയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലൂടെയുള്ള എക്സ്പ്രഷൻ, ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, മൂവ്മെൻറ്റ്സ്.
കഥകളിക്കകത്ത് അത് ഐ മൂവ്മെൻറ്റും ഫേഷ്യൽ എക്സ്പ്രഷനും ഹാൻഡ് ജസ്റ്റേഴ്സും വരും. വാചിക അഭിനയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ത്രൂ സ്പീച്ച് അല്ലെങ്കിൽ സോങ്. ആഹാര്യ അഭിനയ എന്ന് വെച്ചാൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ത്രൂ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ഓർണമെൻറ്റ്സ്, പ്രോപ്പർട്ടീസ്. സാത്വിക അഭിനയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ ഇമോഷൻസ് ആണ്. അപ്പം ഈ 4 കൂടെ ഹാർമോണിയസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് രസ അല്ലെങ്കിൽ ഭാവ കൺവേ ആവുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇത്രയും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണിത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി വീണ്ടും കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടും ഇതിനെ ഓരോ ടേംസ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. മിമസസ് എന്ന് പറയുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ടിട്ട് ചോദിച്ചിട്ടുമുണ്ട്. 4 മാർക്സ് ക്വസ്റ്റ്യനായിട്ടും 2 മാർക്സിനായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം എഴുതാൻ.